വിശദമായ പ്രാദേശിക വാർത്തകൾ നോക്കാം. മൂന്നാറിലെ ഭൂവിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയോഗിച്ചിരുന്ന അമിക്കസ് ക്യൂറിയെ മാറ്റണമെന്ന ആവശ്യവുമായി മലയോര സംരക്ഷണ സമിതി. ഇടുക്കി ജില്ലയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്ന അഭിഭാഷകർ നൽകുന്ന റിപ്പോർട്ട് ജനങ്ങൾക്കെതിരാകുമെന്ന ആശങ്ക ജനങ്ങൾക്കുണ്ട്. അഭിഭാഷകരെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 5-ന് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് സമിതി അറിയിച്ചു. മൂന്നാറിൽ കുടിയേറി താമസിക്കുന്ന ജനങ്ങൾക്കെതിരെയും ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങൾക്കെതിരെയും ചാനൽ ചർച്ചകളിലും മറ്റും എതിരായി സംസാരിക്കുന്നവരാണ് ഹൈക്കോടതി അമിക്കസ് ക്യൂറിയായി നിയമിച്ചിരിക്കുന്ന അഭിഭാഷകരായ രഞ്ജിത്ത് തമ്പാനും ഹരീഷ് വാസുദേവനുമെന്ന് മലയോര സംരക്ഷണ സമിതി ആരോപിക്കുന്നു. ഇവർ നൽകുന്ന റിപ്പോർട്ടുകൾ ജനങ്ങൾക്ക് എതിരാകുമെന്ന ആശങ്ക ജില്ലയിലെ കർഷകർക്കും സാധാരണ ജനങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് നിലവിലെ അമിക്കസ് ക്യൂറിയെ മാറ്റി മറ്റ് ആളുകളെ നിയമിക്കണം. സർക്കാർ ഭൂമിയും വീടും നൽകിയാണ് ജില്ലയിൽ ജനങ്ങളെ താമസിപ്പിച്ചത്. ആരും ഭൂമി കയ്യേറ്റം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പട്ടയമില്ലാത്ത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കണമെന്ന ഹൈക്കോടതിയുടെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്നും സമിതി വ്യക്തമാക്കി. ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട സമിതി ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ 5-ന് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും വ്യക്തമാക്കി. മൂന്നാറിലേക്ക് ഏർപ്പെട്ടിരിക്കக்கூடிய വിഷയത്തെ പൊറുത്തളവിലെ ബഹുമാനപ്പെട്ട കോടതി ചൊല്ലിയിട്ടുള്ളതും മൂന്നാർ മക്കളുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ പോകുന്നു. മൂന്നാറിലെ പുതിയതായിട്ട് അങ്ങനെ ഒരു പുതിയ കെട്ടിടങ്ങൾ 5 നില 6 നില കെട്ടിടങ്ങൾ ഇപ്പോൾ ആരും പണിയുന്നില്ല. അപ്പോൾ പുതിയതായിട്ട് വന്ന് ഇത് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ പ്രശ്നങ്ങൾ തീരാതെ ആളുകൾക്ക് കൊണ്ടുപോകുന്നത് ശരിയല്ല. അതുകൊണ്ട് അടിയന്തരമായി ഈ കോടതി പറഞ്ഞ വിഷയത്തെ പുറത്തളവ് കേരള സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഈ സമരസമിതിക്ക് പറയാനുള്ളത്. മൂന്നാർ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ സർക്കാർ ഗൗരവമായി എടുക്കണം. പ്രശ്നത്തിൽ ഇടപെട്ട് ഭൂപരിഷ്കരണ നിയമത്തിൽ ഭേദഗതി വരുത്തണം. വ്യാപാരികളുടെ കെട്ടിടങ്ങൾക്കും സാധാരണക്കാർക്കും പട്ടയം നൽകുന്നതിന് അടിയന്തരമായി ഇടപെടൽ നടത്തണം. ഇല്ലെങ്കിൽ നിർമ്മാണ നിരോധന ഉത്തരവ് നിലനിൽക്കുന്ന 13 പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളെയും കർഷകരെയും തോട്ടം തൊഴിലാളികളെയും വ്യാപാരികളെയും സംഘടിപ്പിച്ച് അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകുമെന്നും മലയോര സംരക്ഷണ സമിതി പ്രതിനിധികൾ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.